ലോകത്തൊരു സൃഷ്ടിക്ക് ഒരു സംവിധാനത്തിന് ഒന്നും കഴിയില്ല. ഈ അള്ളാനെ മനസ്സിലാക്കണ സാറിന്മാരെ, മരിക്കുന്നതിന് മുമ്പ് അള്ളാനെ മനസ്സിലാക്കിയാലോ ഭാഗ്യവാനാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരാണ് അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അവരെ ഹൃദയങ്ങൾ പടക്കും. പടക്കലപ്പാന്നറിയോ? അള്ളാനെ മനസ്സിലാക്കുമ്പോ ഏതെങ്കിലും ഉത്സവപ്പറമ്പിലോ മറ്റോ ചീട്ട് കളിക്കുന്ന ടീം ഉണ്ടാവും. അവരിങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കാൻ ഒരു ബൊലോറ അതിലോട്ട് വന്നാൽ മതി, എന്ത് ചെയ്യും? ഉള്ളൊക്കെ ഇട്ടിട്ട് ഓടും. പോലീസുകാരനൊന്നും എന്ത് കണ്ടാ മതി? ആ ബൊലോറ വണ്ടി കണ്ടാൽ മതി. ആ വൈറ്റ് ബൊലോറാണ് കണ്ടാ ഓടും. അയാൾ വേറെ താവത്തിനൊന്നായിരിക്കും ചോടിയിട്ടുണ്ടാവും. എന്താണ് പറഞ്ഞാൽ വജിലത് ഖുലൂബുഹും, അവരെ ഹൃദയങ്ങൾ പടുക്കാണ്. കാരണം ഓരോ ഉള്ളിൽ പടപ്പുണ്ട്. ആരാണ് പോലീസ്, ആരാണ് പട്ടാളം, അല്ലെങ്കിൽ ആരാണ് കലക്ടർ, ആരാണ് ജഡ്ജി, ഇതൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിൽ കേട്ട് 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 അവന്റെ ഹൃദയത്തിൽ മഹത്വമുണ്ടായി. അത് കേൾക്കുമ്പോഴത്തേന് അയാൾക്ക് പേടിയാവാണ്. പോലീസ് പറഞ്ഞ സാധാ മനുഷ്യനാണ്, കലക്ടർ എന്ന് പറഞ്ഞ സാധാ ആളാണ്. അയാളെ മേലത്തിന്റെ രക്തമാണ്, അയാൾക്ക് ഭാര്യയുണ്ട്, അയാൾക്ക് കുട്ടികളുണ്ട്, അയാൾക്ക് കരുണുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നും അറിയില്ല, കാരണം പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വജിലത് ഖുലൂബുഹും, ഹൃദയം പടക്കാൻ തുടങ്ങും. അള്ളാഹുവിന്റെ ഖുദ്റത്തും താഖത്തും മനസ്സിലാക്കിയാൽ മനുഷ്യന്റെ ഹൃദയങ്ങൾ പടക്കാൻ തുടങ്ങും. നമ്മളെ നിയന്ത്രിക്കുന്നവൻ അവനാണ്. ഈ നിന്ന നിപ്പിൽ ഭ്രാന്തനാക്കാൻ വിചാരിച്ചാൽ എല്ലാവരും ഭ്രാന്തരാവും. ആർക്കും ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല. തളർന്നു വീണെന്ന് വിചാരിച്ചാൽ തളരും. ഒക്കെ അവന്റെ നിയന്ത്രണത്തിലുള്ളത്. ഒന്നും നമുക്ക് വിട്ടുന്നിട്ടില്ല. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന, അവരടുക്കൽ അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതപ്പെട്ടാൽ സാദത്ഹും ഈമാന, അവരെ ഈമാനിൽ വർധനവുണ്ടാവും. അള്ളാഹിനെ പറ്റി ഇങ്ങനെ പറയാ, അല്ലെങ്കിൽ ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ അവരെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെ ഈമാൻ വർദ്ധിച്ചു. അവരുടെ ഈമാനിൽ വർധനവുണ്ടായി. ഈമാനിൽ വർധനവുണ്ടായി പറഞ്ഞാൽ അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കാൻ സാധിക്കും, അള്ളാഹ് നിരോധിച്ച് വർജിക്കാൻ സാധിക്കും. ഇതാണ് ഈമാനിൽ വർധനവുണ്ടായി എന്ന് പറഞ്ഞത്. മദ്യപാനം പതിവാക്കിയ ആൾക്കാർ, ജീവിതം മുഴുവൻ മദ്യപിച്ചവർ, ഒരു സൽക്കാരത്തിൽ മദ്യം ഒഴിച്ചു കൊടുക്കാൻ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, അങ്ങനെ സൽക്കാരം കഴിഞ്ഞ് എല്ലാവർക്കും മദ്യം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോഴാണ് മദീനയുടെ ഗലിയിൽ ആയത്തിന്റെ ശബ്ദം കേട്ടത്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ. ഖുർആന്റെ ഈ ആയത്ത് ഇങ്ങനെ ഓതിക്കട്ടപ്പം അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വായിലുള്ളത് തുപ്പിക്കളഞ്ഞു, കയ്യിലുള്ളതൊക്കെ ഒഴിച്ചു കളഞ്ഞു. മദ്യം നിരോധിച്ചു, ഒറ്റ അടിക്ക് ഒരൊഴിവാക്കിയത്. സഹോദരന്മാരെ സ്നേഹന്മാരെ, എന്തുകൊണ്ട്? ഇത് പറഞ്ഞ ആൾ ആരാണ്? അള്ളാഹുവാണ്. അതവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായി കിടക്കാൻ. അതുകൊണ്ട് ആയത്തുകൾ കേട്ടാൽ അവരുടെ ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അവരുടെ ഈമാനിൽ വർധനവുണ്ടാവും. അവർ അള്ളാഹിനെ അനുസരിക്കുന്നവരായി മാറും. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈമാൻ ഉണ്ടായാൽ പിന്നെ അടുത്ത സ്റ്റേജാണ് അവർ റബ്ബിൽ ഭരമേൽപ്പിക്കും. ഈമാനുള്ളവർക്ക് മാത്രമേ ഭരമേൽപ്പിക്കൽ നടക്കുള്ളൂ. അല്ലാത്തവരൊക്കെ അവരെ കാര്യങ്ങൾ അവരവരെന്നെ ചെയ്യണം എന്നുള്ള വലിയ ചിന്തയിലേക്കുണ്ടാകാം. മുഅ്മിൻ അവനവൻ ചെയ്യാനുള്ള കാര്യം ചെയ്യും, ബാക്കി അലല്ലാഹ്. അവന്റെ കാര്യങ്ങളിൽ അള്ളാഹു ഇടപെടും. അവൻ അള്ളാഹുൽ തവക്കുൽ ചെയ്യും.